ബ്രേക്ക്ഫാസ്റ്റ് എവിടെയെങ്കിലും പുറത്ത് പോയിരുന്ന് കഴിക്കണമെന്ന് മാത്രമേ പ്ലാനിലുണ്ടായിരുന്നുള്ളൂ. സ്പോട്ട് ഒരിക്കലും പ്ലാൻഡ് ആയിരുന്നില്ല. പക്ഷെ പോകുന്ന വഴി പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് നമ്മുടെ തൊട്ടടുത്തുള്ള അൽക്കുതിരയിൽ തന്നെ പോകാമെന്ന്. അപ്പോൾ ഇത് കുറേ തവണ പോയ സ്ഥലമാണെങ്കിലും ഈ ഒരു പാർട്ടിക്കുലർ സ്പോട്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും പോകുന്ന സ്ഥലമാണ് അൽക്കുതിര. പക്ഷെ പല പല സ്പോട്ട് മാറി മാറിയാണല്ലോ നമ്മൾ ഇരിക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടി. വീട്ടിൽ നിന്ന് തന്നെ ഇടിയപ്പവും നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറിയും കുറച്ച് ഫ്രൂട്ട്സും മുട്ട പുഴുങ്ങിയതൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ എനിക്ക് മാത്രം ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ മോള് ഇഡലിയോ ദോശയാണെങ്കിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അതുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ടുള്ള ചോറും ഉണ്ടാക്കിയായിരുന്നു. മോള് ചോറും കടലക്കറിയും എഗ്ഗുമാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീഡിയോസ് മ്യൂട്ട് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു നേച്ചറിൻ്റെ സൗണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തന്നെ പറയാമെന്ന് വെച്ചു. രണ്ടും കൂടെ എന്താണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി വൈബുള്ളൊരു സ്ഥലമായിരുന്നു. നല്ലൊരു തണുത്ത കാറ്റും അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡുള്ള ഒരു ഏരിയ. കുറേ ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ബാക്കി സ്പോട്ടുകൾ അതിൻ്റെ നിയർ ബൈ സ്പോട്ട്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കറങ്ങി നടന്നു കേട്ടോ. കാരണം ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കണ്ടു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ മാറി മാറി കുറേ സ്പോട്ടൊക്കെ നമ്മൾ എന്താ പറയുക ലൊക്കേഷൻ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിന്നെ പോവാമല്ലോ അത് ഓർത്തിട്ട് അത്ര രസമുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് ഓടി കളിക്കാനാണെങ്കിലും മോൾക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ കുറച്ച് മണ്ണിൽ കളിക്കുന്ന മണ്ണ് വെള്ളം അതിലിങ്ങനെ കളിക്കാനും ഓടി നടക്കാനും ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളതുകൊണ്ടാണ് അങ്ങനെ ഒരു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ കുറച്ച് നേരം ഇതുപോലെ അതിലേക്ക് നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓരോ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് മോളിൽ കയറി നിന്നിട്ട് അതിൻ്റെ ടോട്ടൽ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ആ ഒരു ദിവസം നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മളവിടെ ഏകദേശം ഒരു 2 മണി വരെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടന്നു. സ്ഥലങ്ങൾ കണ്ടാലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥലം കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് മരം കാണും. അപ്പോൾ പോയി നോക്കും. കുറേ ഐലൻഡ് പോലെയുള്ള കുറേ സ്ഥലങ്ങൾ എല്ലാം കൊണ്ടും ഭയങ്കര അടിപൊളിയായിരുന്നു ആ ഒരു ഡേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് എടുത്ത് കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മുടെ സ്ഥലമൊക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ അതൊരു ആമ നമ്മുടെ കാറിൻ്റെ അടിയിൽ വന്ന് കിടക്കണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് കയറി വന്നാൽ എത്ര പറഞ്ഞു വിട്ടാലും പോവാത്തൊരു ഇതിൽ. അങ്ങനെ പിന്നെ കൈകൊണ്ട് എടുത്ത് മാറ്റി വെക്കേണ്ടി വന്നു. മാറ്റി വെച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഞങ്ങൾ കയറിയത് ലക്നൗ സ്റ്റാറിൽ. ഞങ്ങൾ ലക്നൗ ബിരിയാണിയുടെ ഭയങ്കര ഫാൻസാണ്. സോ ഞാനും കൂടെയാണ് ലക്നൗ ബിരിയാണിയാണ് കഴിച്ചത്. മോൾക്ക് പിന്നെ മൗസിന്നൊരു ഫുഡ്